മുറിവിൽ നിന്നും തിരുമുറിവിലേക്ക് 50 നോമ്പിൻ്റെ ഈ വിശുദ്ധ നാളുകളിൽ ഇന്ന് നമുക്ക് മുറിവുകളെക്കുറിച്ച് ചിന്തിക്കാം. ജീവിതത്തിൽ മുറിവേൽക്കാത്തവരായി ആരുമില്ല. വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും നമ്മുടെ മനസ്സിനും ആത്മാവിനും ഒട്ടേറെ മുറിവുകൾ ഏൽക്കാറുണ്ട്. എന്നാൽ ഈ നോമ്പുകാലം ആ മുറിവുകളെ നോക്കി കരയാനുള്ളതല്ല, മറിച്ച് നമ്മുടെ മുറിവുകളെ ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളുമായി ചേർത്തു വയ്ക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളും ഒറ്റപ്പെടലുകളും തഴയപ്പെടലുകളും നമ്മിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കുന്നു. പലപ്പോഴും ഈ മുറിവുകൾ നമ്മെ കഠിന ഹൃദയരാക്കി മാറ്റാറുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ കുരിശിലെ മുറിവുകൾ ലോകത്തിന് നൽകിയത് സൗഖ്യമാണ്. അവൻ്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യമുള്ളവരായി എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വേദനകളെ ക്രിസ്തുവിന് സമർപ്പിക്കുമ്പോൾ അവ വെറും മുറിവുകളല്ല, മറിച്ച് മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്ന തിരുമുറിവുകളായി മാറുന്നു. എങ്ങനെയാണ് ഒരു സാധാരണ മുറിവ് തിരുമുറിവായി മാറുന്നത്? അത് സ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയുമാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ മുറിവുകളിൽ നിന്ന് സ്നേഹം ഒഴുകാൻ തുടങ്ങും. ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നത് മാത്രമല്ല നോമ്പ്, മറിച്ച് നമ്മുടെ ഉള്ളിലെ പകയും വിദ്വേഷവും വെടിഞ്ഞ് മുറിവേറ്റ ഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് പൊതിയുന്ന പുണ്യമാണത്. നമ്മുടെ വേദനകളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന നിമിഷം ആ മുറിവുകൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. ഈ നോമ്പുകാലം നമുക്കൊരു വലിയ പരിവർത്തനത്തിൻ്റെ കാലമാകട്ടെ. നമ്മുടെ വ്യക്തിപരമായ വേദനകളിൽ തളർന്നു പോകാതെ ലോകത്തിൻ്റെ മുറിവുകൾ ഉണക്കാൻ സ്വയം സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ മുറിവുകൾ മറ്റുള്ളവർക്ക് സാന്ത്വനമേകുന്ന തിരുമുറിവുകളായി മാറട്ടെ. എല്ലാവർക്കും വിശുദ്ധിയുള്ള ഒരു നോമ്പുകാലം ആശംസിക്കുന്നു.